ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാ പ്രാവശ്യം വിചാരിക്കും റെഗുലറായിട്ട് വീഡിയോ ഒന്നും നടക്കില്ല, നമുക്ക് പറ്റും പോലൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു ഡിസൈനിങ് വീഡിയോ ആണ്. ഒരു പ്ലെയിൻ കുർത്തിയിൽ നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കുഞ്ഞ് ഡിസൈനാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ മൂൺ ഗോഡസിലൊരു വീഡിയോ ഒക്കെ കണ്ട് അതുപോലെ ഒന്ന് വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ടൊരു യോഗ് പോർഷൻ മുഴുവനായിട്ടും. പക്ഷേ ഇത്രയൊന്നും ചെയ്തില്ല. ഒരു കല്യാണത്തിന് അത്യാവശ്യമായിട്ട് ചെയ്തു, അപ്പം അത്രയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല, പകുതിയേ ചെയ്തുള്ളൂ. അപ്പോൾ ആ പകുതി ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നുള്ളത് അതേപോലെ ഇപ്പുറത്തെ സൈഡിലും കൂടി ചെയ്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ട്യൂബ് ബീഡ്സ് ആണ്. സാധാരണ ചെറിയ ട്യൂബ് ബീഡ്സ് അല്ല, ഇത് കുറച്ച് നീളത്തിലുള്ളതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് വാങ്ങിക്കാൻ പോകാൻ ടൈം കിട്ടാത്തതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തത്. അപ്പം കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നാൻ വേണ്ടി കുഞ്ഞു ട്യൂബ് ബീഡ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് കുറച്ച് കളർ ചേഞ്ചൊക്കെ ആണെങ്കിലും ഉള്ളതൊക്കെ ഒന്ന് തപ്പിപ്പറക്കി എടുക്കുക. ഇപ്പോൾ ഇതാണ് എൻ്റെ എംബ്രോയിഡറി സാധനങ്ങളൊക്കെ വെക്കുന്ന ബോക്സ്. അപ്പോൾ ഇതിലൊക്കെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു ഡിസൈൻ ചെയ്ത് തീർത്തതാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം. ഇത് കറക്റ്റായിട്ട് അതിൻ്റെ കളറിൽ നൂലുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഏകദേശം നെക്ക് പോർഷനും കൈയൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലൈഡ് യോജിപ്പിക്കുന്നതിന് മുമ്പാണ് ഞാൻ വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഡയമണ്ട് അല്ല, ഈ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പിൽ വരുന്ന റെഡ് കളറ് സ്റ്റോണും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം മൂൺ ഗോഡസ് ഇൻസ്പയർഡ് എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അതുപോലെ ചെയ്ത് തുടങ്ങിയതെങ്കിലും ആയപ്പോൾ അതുപോലെയൊന്നും അല്ല ആയത്. അപ്പോൾ നമ്മൾ സ്വന്തം ഡിസൈൻ തന്നെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വള്ളി പോലുള്ള ഭാഗങ്ങളിൽ നമ്മൾ ട്യൂബ് ബീഡ്സ് ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് സൂചി കുത്തിയെടുക്കുക, അതിനുശേഷം ഒരു ട്യൂബ് കൂടി വെച്ചിട്ട് താഴേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം പിന്നെ ഒരു തവണയും കൂടി ഇതേ ആദ്യം വെച്ച് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ എടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് ബീഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഉറപ്പ് കിട്ടും, പെട്ടെന്ന് ഇളകി പോലെ. ഇതേ പ്രോസസ്സ് തന്നെയാണ് മുഴുവനായിട്ടും ചെയ്യുന്നത്. ഒരു ബീഡ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ വരിക, നെക്സ്റ്റ് ബീഡ് വെച്ച് കൊടുക്കുക, അതിൻ്റെ തൊട്ട് ബാക്കത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ വരിക. അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആദ്യം ഈ വള്ളി പോലുള്ള ഭാഗത്തിന് മുഴുവനായിട്ടൊന്ന് വെച്ച് കൊടുക്കും. ഞാനിപ്പോൾ ഇത് ഓർഡറിലൊന്നും അല്ല ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം കുറച്ച് ഷൂട്ട് ചെയ്തു, പിന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു പോർഷൻ മാത്രമാണ് കാണിക്കുന്നത്. എനിക്ക് മനസ്സിലാവും, കാരണം കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ടൈം ഒന്നാമതൊന്ന് വലിയ തിരക്കായൊരു സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ കിട്ടുന്ന സമയത്തൊക്കെ ഇതിരുന്ന് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വീഡിയോ ആയിട്ട് എടുത്തപ്പോൾ ലാസ്റ്റ് അവർ ലീഫ് പോർഷൻ ചെയ്യുന്നത് ഞാൻ വേറെ തന്നെ കാണിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആദ്യം ഒന്ന് ചെയ്ത് പിന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ലീഫ് പോർഷൻ്റെ ലാസ്റ്റ് ഒരു ലീഫ് ബാക്കി വെച്ചതിന് ശേഷമാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ വള്ളി പോലെ ഈ ഭാഗത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ലീഫിൻ്റെ വള്ളി പോലെ ഭാഗത്തിന് അതിൻ്റെ അറ്റത്താണ് നമ്മൾ ആ റെഡ് കളറ് ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ചുറ്റും ചെറിയ ഷുഗർ ബീഡ്സ് വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 3 വെച്ച് കൊടുക്കാനാണ് വിചാരിച്ച അറ്റത്ത്, പക്ഷേ 3 വെക്കുമ്പോൾ ഭയങ്കര ഓവറായ മാതിരി തോന്നുന്നു. അതുകൊണ്ട് ഒറ്റൊന്ന് വെച്ചിട്ട് അങ്ങ് ഒപ്പിച്ചു. ഇതിൻ്റെ ബാക്കി പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടുള്ള പ്ലാനിൽ അത് സ്റ്റോപ്പ് ചെയ്തത്, ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ ബാക്കി ഇപ്പുറത്തെ വശത്ത് അതുപോലെ ചെയ്താൽ നല്ല ഭംഗിയാവും. അപ്പം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടവർ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. വീഡിയോ ലോങ് ആവും, അതുകൊണ്ട് കുറേ സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് ലാസ്റ്റ് പോർഷനും കൂടി കാണിച്ചു തരാം. തൊട്ട് ബാക്കിലുള്ള അതിലൂടെ ഒന്നും കടത്തിയെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 2 ബീഡ്സ് വെച്ച് കൊടുത്തതിന് ശേഷം 2 കൈമ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു സൈഡ് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലീഫ് പോർഷനും കൂടി മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ലീഫിൻ്റെ ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സെയിം ട്യൂബ് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഈ ലീഫിൻ്റെ ഭാഗം കൂടി ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. ഈ വള്ളിയുടെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രാവശ്യം സൂചി കുത്തിയെടുത്തതിന് ശേഷം 2 ട്യൂബ് ബീഡ്സ് ഇടുക, എന്നിട്ട് തുണിയിലേക്ക് കുത്തിയെടുക്കുക. പിന്നെ നെക്സ്റ്റ് എടുക്കുമെന്ന് വെച്ചാൽ ഈ 2 വെച്ചതിൻ്റെ തൊട്ട് കുറച്ച് മേലെ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ 2 കൂടി ഇട്ട് കൊടുക്കുക. ഇതാദ്യത്തെ ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ട്യൂബ് ബീഡ്സ് ഞാനിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അത് തീരുന്നിടത്തുനിന്നും സൂചി തുണിയിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് പുറത്തേക്ക് കുത്തിയെടുക്കുന്നതെന്ന് വെച്ചാൽ തൊട്ട് മേലെ, ഇപ്പോൾ ഈ 2 ട്യൂബ് ബീഡ്സിൻ്റെ താഴെ ഭാഗത്തു നിന്ന് കുറച്ച് മേലെ നിന്ന് വേണം അടുത്തതായിട്ട് നമ്മൾ കുത്തിയെടുക്കാൻ. അപ്പോൾ പിന്നെ 2 ട്യൂബ് ബീഡ്സ് വെക്കുമ്പം ഒരു 2 കുറച്ച് മേലേക്കായിട്ട് വരും അടുത്ത 2. അപ്പോൾ ഇലക്ക് ഒരു സ്ലാൻഡിങ് ഷേപ്പ് കിട്ടും. അപ്പോൾ ഇലയുടെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമതും ചെയ്തെടുക്കണം. അങ്ങനെ 3 സെറ്റ്, അതായത് 6 ട്യൂബ് ബീഡ്സാണ് ടോട്ടൽ നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടും. ഇപ്പോൾ തൊട്ട് കുറച്ച് മേലെ നിന്നാണ് എടുക്കുന്നത്. അപ്പം ഇതെത്തുന്ന സ്ഥലത്ത് നിന്ന് ഒന്നും കൂടി സൂചി തുണിയിലേക്ക് കുത്തിയെടുക്കണം. അതേപോലെ തന്നെ ഒരു തവണയും കൂടി ചെയ്യണം. അതിൻ്റെ തൊട്ട് മേലെ നിന്ന് എടുക്കുക, എന്നിട്ട്
2 ട്യൂബ് ബീഡ്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് തുണിയിലേക്ക് കുത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ലീഫ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സ് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ചൊന്ന് ഫില്ലാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ വിട്ട് കുറച്ച് ഷുഗർ ബീഡ്സും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയ പോർഷൻ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. കംപ്ലീറ്റ് ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്കത് തീരെ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഷാൾ കുത്തുമല്ലോ, അപ്പോൾ ആ ഭാഗം കവറായി കിട്ടുമോ, കവറാകുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഒരു സൈഡിൽ മാത്രം ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് പകുതി ചെയ്തെടുത്തതാണ്. കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം. കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പണിയൊന്നുമില്ല. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വരച്ചിട്ട് അതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ഗ്രാൻഡ് ലുക്കും കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലീഫിനെ അവിടെ ഉറപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലൂടെ ഒരു തവണയും കൂടി സൂചി കയറ്റിയതിന് ശേഷം താഴേക്ക് കുത്തിയെടുത്തതിന് ശേഷം കെട്ടിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നീളമുള്ള ട്യൂബ് ബീഡ്സ് ആയതുകൊണ്ടാണ്. ചെറിയ കട്ട് ബീഡ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 9 എണ്ണം ഉപയോഗിക്കണം. ടോട്ടൽ 3 എണ്ണം വീതമായിട്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയൊന്നുമല്ല ചെയ്യാൻ വിചാരിച്ച് ഇങ്ങനെയൊക്കെയാണ് ആയത്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു ചെയ്തപ്പോൾ. നല്ല മെറൂൺ കളറാണ്. ക്യാമറേൻ്റെ ഇതുകൊണ്ടാണ് ഇങ്ങനെ കളർ ചേഞ്ച് ആയി തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൈഡിൽ കൂടി ചെയ്യേണ്ടവർക്ക് അതുകൂടി ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. ഇനി ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്